ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഇന്നൊരു പൊതിച്ചോറ് കിട്ടി തുടങ്ങിയാലോ വീഡിയോ? അതെ കേട്ടോ, ഇന്നത്തെ വീഡിയോ പൊതിച്ചോറ് കിട്ടി നമുക്ക് തുടങ്ങാം. ഞങ്ങളുടെ നാട്ടിൽ DYFI പ്രവർത്തകർ നമ്മുടെ മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ തൃശ്ശൂർ, അവിടേക്ക് പൊതിച്ചോറ് വിതരണം ചെയ്യാറുണ്ട് ചില ദിവസങ്ങളിൽ. അപ്പം അങ്ങനത്തെ ഒരു ദിവസമാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 2 പൊതിച്ചോറാണ് കൊടുക്കുന്നുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ ചോറ് പൊതിയാണ് കേട്ടോ. മാത്രമല്ല ഇന്ന് ആദ്യം സ്കൂൾ വർക്കിംഗ് ഡേ തുടങ്ങിയിട്ട് റീ ഓപ്പണിങ്ങിൻ്റെ ഡേ നമുക്ക് ഉച്ചവരെയല്ലേ ക്ലാസ് ഉണ്ടായുള്ളൂ. ഇന്ന് ഫുൾ ഡേ പോകുന്ന ഒരു ദിവസമാണ്. അതൊക്കെ യൂണിഫോമൊക്കെ ഇട്ട് ഫസ്റ്റ് ഡേ പോവാണേ. അപ്പോൾ അതിൻ്റെതായ ഒരു തിക്കും തിരക്കൊക്കെ ഉള്ള ഒരു ദിവസമാണ്. എന്നിട്ട് ഞാൻ വീഡിയോ ചെറുതായിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു ഓർമ്മയല്ലേ? അപ്പോൾ പൊതിച്ചോറ് പൊതിയാൻ ആർക്കും ഇഷ്ടമില്ലാത്ത, എനിക്ക് പൊതിച്ചോറ് പൊതിയാനായാലും കഴിക്കാനായാലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ അതെപ്പോഴും സാധിക്കാറില്ല. കാരണം ഞങ്ങളുടെ വീട്ടിൽ വാഴയിലൊക്കെ കിട്ടാൻ ഇച്ചിരി ക്ഷാമ. എൻ്റെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ അമ്മച്ചൻ്റെ വീട്ടിൽ നിന്ന് മുറിച്ച് തലേദിവസം കൊണ്ടുവച്ചാൽ ഇത് വലിയ ടാസ്ക് അല്ല, എങ്കിൽ അത് കൊണ്ടുവയ്ക്കാനൊക്കെ മറക്കാം. അപ്പോൾ പൊതിച്ചോറ് 2 പൊതിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ആദ്യമാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുത്തിരുന്നത്. അപ്പോൾ ഒന്ന് കടലക്കറിയും വെണ്ടക്കായ ഉപ്പേരി, അച്ചാറ്, മുട്ട വറുത്ത്, ഓംലേറ്റ്, അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിഭവങ്ങൾ. നമ്മൾ മലയാളികൾക്ക് ഈ പൊതിച്ചോറുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവുമല്ലോ. എനിക്ക് ഓർമ്മയുള്ളത് ഞാൻ സെൻറ് ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ 1 ഡേ ട്രിപ്പ് കൊണ്ടുപോകും എല്ലാ വർഷവും. എനിക്ക് തോന്നുന്നു ഗാന്ധി ജയന്തിയോടായിട്ട് അനുബന്ധിച്ചിട്ട് നമ്മുടെ സ്കൂളുകളിൽ നിന്ന് ഫ്രീ ആണ് തൃശ്ശൂർ കാഴ്ച ബംഗ്ലാവിലേക്കുള്ള ടിക്കറ്റ്. അപ്പോൾ അന്ന് പോകുമ്പോൾ അന്നത്തെ ദിവസം അമ്മ പൊതിച്ചോറ് തന്നോളൂ കേട്ടോ. അതാണ് എൻ്റെ ഒരു ഓർമ്മയിലെ പൊതിച്ചോറ്. ആ പൊതിച്ചോറ് തുറക്കുമ്പോഴത്തെ സ്മെല്ലും കാര്യങ്ങളൊക്കെ അയ്യോ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് കേട്ടോ. ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കാഴ്ചബംഗ്ലാവിലിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ, എങ്കിലും അതൊക്കെ ഒരു രസമായിരുന്നു. ഒരു 5 രൂപ മാത്രമേ ചിലവുണ്ടാവുള്ളൂ. 5 രൂപയ്ക്ക് നമുക്ക് ഐസ്ക്രീം മേടിച്ചു തരും കേട്ടോ. അങ്ങനെയാണ് എൻ്റെ പൊതിച്ചോറ് ഓർമ്മ. അല്ലാതെ പിന്നെ സ്കൂളിലേക്കൊന്നും അങ്ങനെ പൊതിച്ചോറ് കൊണ്ടുകൊണ്ടൊന്നും വന്നിട്ടില്ല. അങ്ങനത്തെ ദിവസങ്ങളിൽ മാത്രമേ പൊതിച്ചോറ് തന്നു വിടാറുള്ളൂ കേട്ടോ. പക്ഷെ ഇപ്പം നമുക്ക് ഉണ്ടാക്കി വേണമെങ്കിൽ കഴിക്കാം. പക്ഷെ വല്ലപ്പോഴും ഇപ്പം ഇങ്ങനത്തെ ദിവസങ്ങളിൽ ഞാൻ ഒരു പൊതിച്ചോറും കൂടി പൊതിയും കേട്ടോ. ഇന്ന് എനിക്ക് അതിൻ്റെ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനും അമ്മച്ചെണ്ണും കൂടെ ഷെയർ ചെയ്ത് കഴിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ഡേ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ളൊരു ദിവസമാണ് കേട്ടോ. കഴിഞ്ഞ വർഷം വരെ ഇവർക്ക് 8:30 വണ്ടി വരാറുള്ളൂ. പക്ഷെ ഇപ്രാവശ്യം ആദ്യം 8 മണിക്ക് കാളത്തോട് സെൻറ്ററിൽ എത്തിയില്ലെങ്കിൽ ബസ്സിൻ്റെ പാട് നോക്കി പോകും. അവന് സ്കൂളിൽ കൊണ്ടുവന്നാക്കാനും പിടിക്കാനൊക്കെ നിൽക്കണ്ടേ. അപ്പോൾ പിന്നെ 8 മണിക്ക് കാളത്തോട് എത്താണ് നമുക്ക് എളുപ്പം. അങ്ങനെ ഞാൻ നേരത്തെ ആവാൻ വേണ്ടിയിട്ട് ഫുഡൊക്കെ വാരി കൊടുക്കണം കേട്ടോ. പക്ഷേ അത് ഞാൻ നിർത്തിയത് ഫസ്റ്റ് ഡേ മാത്രമേ വാരി കൊടുത്തുള്ളൂ. പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നേരം വൈകാണെങ്കിൽ മാത്രമേ ഞാൻ ചോറ് വാരി കൊടുക്കാതിരിക്കാറുള്ളൂ കേട്ടോ. കാരണം അവൻ ഭയങ്കര സ്ലോ ഫുഡ് കഴിക്കാൻ ഓൾറെഡി. അപ്പം ഞാൻ വാരി കൊടുത്ത് ശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് എനിക്ക് തന്നെ പണിയായും. അപ്പം അതിൻ്റെ ഇടയിൽ ആമി ഒരു ഫോമും കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് ഫില്ല് ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. ടീച്ചർ രാത്രി 10:30 കേട്ടോ ഇട്ടേക്കണ ഗ്രൂപ്പിൽ. അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട്, ആമി ഇതെങ്ങനെ പിള്ളേരെല്ലാവരും പ്രിൻ്റ് എടുത്ത് ചെയ്യുക? ഇവിടെ പ്രിൻ്റർ തന്നെ ഉള്ളതുകൊണ്ട് എങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്തൊരു പ്രിൻ്റൊക്കെ എടുത്തു ഫോം ഫില്ല് ചെയ്തിരിക്കുക. ആകെ ഒരു സാഹിത്യം പിടിച്ചൊരു സംഭവം. ഇത് എങ്ങനെ ഫില്ല് ചെയ്യേണ്ടതൊരു എത്തും പിടി കിട്ടാണ്ടാണ് കേട്ടോ ഞങ്ങൾ നിൽക്കണേ. നടന്നിട്ടാ പോണേ? നടന്നു മഴയായോണ്ട് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ആ പിങ്ക് റെയിൻ കൊട്ടുണ്ടവന്. അതിട്ടോ ബാഗ് അടക്കം കവറായിരുന്നോളൂ. ആദ്യയുടെ യൂണിഫോം ഇട്ടുള്ള ഫസ്റ്റ് ഡേ ചേരുണ്ടല്ലോ അവനെ. പക്ഷെ ഷർട്ട് ഒന്ന് ഷേപ്പ് ചെയ്യണം. വെള്ളം കുപ്പി വെച്ചിട്ടില്ലേ? ചോറ് മുഴുവൻ കഴിച്ചോളൂ കേട്ടാ. എപ്പോഴാ വൈകുന്നേരം വരാൻ ചോദിച്ചോളൂ കേട്ടാ. വിളിക്കാൻ വരാനായിട്ടാ. ടാറ്റാ ടാറ്റാ. പൊതി ഞാൻ ഇവിടെ വെച്ചു കേട്ടോ. കാരണം അവർ പിള്ളേർ വന്നു കഴിഞ്ഞാൽ എപ്പോഴാണ് ചെടുത്ത് കൊണ്ടക്കോട്ടെ എന്ന് വെച്ചിട്ട് കസേരയിൽ വയ്ക്കാം. മിക്കൊരു ശീല. അപ്പോ ഈ ഉപ്പും മുളകും കണ്ടിട്ട് ഫുഡ് കഴിക്കാന്നുള്ളത് ശീലാക്കണ്ട കേട്ടാ. ചേട്ടാ നീ ഇതാണ് എല്ലാ പിള്ളേർക്ക്. ഇപ്പോഴത്തെ പിള്ളേർക്ക് പുച്ഛാണ് എക്സ്പ്രഷൻ. ഇടി കിട്ടും നിനക്ക് തന്നെയാണ്. കുളിയൊക്കെ കഴിഞ്ഞു, റെഡി. ഡേ ഇൻ മൈ ലൈഫ് എടുക്കണ്ടായിരുന്ന കാര്യം ഞാൻ മറന്നുപോയി ഗൈസ്. അപ്പോൾ കാലത്ത് ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓഫീസിൽ പോയിട്ട് അമ്മച്ചേട്ടൻ്റെ കൂടെ KSF കാര്യത്തിന് പോകാണ്ടായിരുന്നു. അതൊക്കെ പോയി ഞാൻ. പിന്നെ ആമിക്കൊരു സർപ്രൈസ് ഇന്നല്ല, ആമിയുടെ ബർത്ത്ഡേ ആണ് വരുന്നത് June 9th. അപ്പോൾ ആമിക്കൊരു സർപ്രൈസ് ഞാൻ മേടിച്ചിട്ടുണ്ട്.
ഈ വീഡിയോ എന്തായാലും ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യില്ല, അവിടെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ബർത്ത്ഡേയുടെ സർപ്രൈസ് ഞാൻ മേടിച്ച് കവറൊക്കെ ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ അവിടെ ഫെജിയിൽ പോയപ്പോൾ മേടിച്ചത് ഈ ഫ്ലവർ, ഇവിടുത്തെ ഒരു പോട്ടുണ്ട്, അവിടെ അച്ഛനതൊക്കെ അച്ഛൻ മേടിച്ചെന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഞാൻ വെച്ച് നോക്കാൻ വേണ്ടി മേടിച്ചതാണ്. അതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി ഗ്രീനറിയും കൂടി കയറ്റണം, അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും എന്ന് തോന്നി അങ്ങനെ. അപ്പോൾ ഇത് മേടിച്ചുകൊണ്ട് കേട്ടോ, ഭംഗിയില്ലേ കാണാൻ. ഇത് കുറച്ചും കൂടി ലീവ്സ് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്നുകൂടി ഭംഗിയുണ്ടാവും അല്ലേ, ഒന്നുകൂടി ഭംഗിയുണ്ടാവും. അപ്പോൾ കുറച്ചും കൂടി ഗ്രീൻ ഇത് കൂടി മേടിക്കണം. എന്തായാലും തൽക്കാലം അതവിടെ ഇരിക്കട്ടെ. പിന്നെ ആമിക്ക് മേടിച്ച ഗിഫ്റ്റ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിന് മുന്നേ ഞാൻ വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ട്, അപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എന്താണ് മേടിച്ചതെന്നുള്ളത് കാണിച്ചു തരേ. അല്ലെങ്കിൽ ഇപ്പം തന്നെ കാണിച്ചു തരാം, കാരണം അവൾ വന്നു കഴിഞ്ഞാൽ എനിക്കത് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഇപ്പം തന്നെ കാണിച്ചു തരേ. ഇവിടെ ഇരിക്കി. ആമിക്ക് എപ്പോഴും ഇങ്ങനത്തെ ബാഗ് അവൾ എവിടെ പോകുമ്പോഴും നോക്കാറുണ്ട്. ഇപ്പോൾ പാട്ട് ക്ലാസ്സിൽ പോകാനൊക്കെ ആയിട്ട് ഇങ്ങനത്തെ ബാഗ് ഉണ്ടല്ലോ, അങ്ങനത്തെ ബാഗ് അവൾ നോക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് അവൾക്ക് സ്യൂട്ടാവണ ബാഗല്ല കേട്ടോ, കാരണം കുറച്ചുകൂടി വലിയ പിള്ളേർക്കല്ലേ ഇത് ഉപയോഗിക്കുക. പക്ഷെ അവൾക്ക് ഇങ്ങനത്തെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ബാഗ് മേടിച്ചു കേട്ടോ. എനിക്ക് യൂസ് ചെയ്യാം ഇങ്ങനത്തെ, കുഴപ്പമില്ല. എനിക്കങ്ങോട്ട് പ്രിന്റ് അങ്ങോട്ട് വലിയ ഇഷ്ടപ്പെട്ടില്ല, കുറേ തപ്പി. പക്ഷെ എനിക്ക് തോന്നുന്ന ബാഗൊക്കെ കുറേ കളക്ഷൻ കുറഞ്ഞു, എല്ലാവരും മേടിക്കുന്ന ഒരു സീസൺ കഴിഞ്ഞുല്ലോ സ്കൂൾ പോകുമ്പോൾ മേടിച്ചിട്ട്. പിന്നെ ഈ സംഭവം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവളിത് 2-3 പ്രാവശ്യമായിട്ട് ഫെജിൽ പോയപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു പെയിൻറ് ചെയ്യണ ടൈപ്പ് ഓഫ് ഒരു പെൻ, അത് യൂട്യൂബിലൊക്കെ കണ്ടിട്ടാണ് തോന്നുന്നു. അപ്പം ഇത് നല്ല രസമാണ്, അവൾക്ക് ഇഷ്ടമാവും, സർപ്രൈസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം പിന്നെ ഞാൻ മേടിച്ചത് മറ്റേ ഫോയിലില്ലേ നമ്പറുള്ള ഗോൾഡൻ കളറ്. അപ്പം ആമിക്ക് 1ഉം 4ഉം മേടിച്ചിട്ടുണ്ട്, മിന്നുവിന് ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് പിള്ളേർക്ക് മിന്നുവിൻ്റെ ഇന്നത്തെ 3-ാം തീയതിയാണ്, മിന്നുവിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. നീ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 3-ാം തീയതിയാണ്, ആമിയുടെ ഇനി 9th വരുന്നത്. അപ്പോൾ ആമിയുടെ 9th ആകുമ്പോഴേക്കും അവൾ അതെന്തെങ്കിലും സർപ്രൈസ് ആയിട്ട് എടുത്ത് വെക്കാൻ പറ്റില്ല, കാരണം മിന്നുവിനെ കാണുമ്പോൾ എന്തായാലും അവൾ കാണും. ഇതാണ് ആമിയുടെ സർപ്രൈസ്. അപ്പം ഞാനത് എടുത്ത് ഒളിപ്പിച്ച് വെക്കട്ടെ കേട്ടോ. അപ്പം അത് സെറ്റായി. ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ, എനിക്ക് നല്ല മൂക്കടപ്പുണ്ട്, എന്നെ മാറിയിട്ടില്ല അന്നത്തെ കോൾഡ് വന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാണ്ട്, എഡിറ്റ് ചെയ്ത് കുറച്ചൊക്കെ ഞാൻ കടയിൽ നിന്ന് എഡിറ്റ് ചെയ്തു. എനിക്ക് വോയിസ് ഓവർ കൊടുക്കാനൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എഡിറ്റ് ചെയ്യാൻ ഇട്ടിട്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് കാണാം കേട്ടോ. അത് വന്നു, അതിനെടുക്കാൻ പോയിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ഞാൻ വീഡിയോ എടുക്കണമെന്ന് വെച്ചത് ആദ്യം മറന്നുപോയി. ആദ്യനെ കയറ്റാണ്ട് വണ്ടി വന്നേനെ, ആദ്യയുടെ ആയിരുന്നില്ല. ആദിയുടെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ആദിയുടെ വണ്ടി മിസ്സായി പോയനേന്നൊക്കെ പറഞ്ഞു, ടീച്ചറുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആദിക്ക് ട്യൂഷന് പോകണം. ആദി ഭയങ്കര ബിസി ആയിനി, 5:30 ട്യൂഷന് പോകണം. ആദിക്ക് തെളിച്ചടിക്കുന്നുണ്ട്. അപ്പം ചായ വേണം, പാലുണ്ട്. അപ്പോൾ അവൻ്റെ ഫുഡ് കൊടുക്കട്ടെ കേട്ടോ. എനിക്ക് ഒരു സബ്സ്ക്രൈബറും കൂടി ആയ 1000 ആവും. ഒരാൾ ആരാണാവോ, എൻ്റെ ഇട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ചെയ്ത് 1000 ആക്കിയാണ്. അപ്പം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാടട്ടെ. അപ്പം ഇനി കുറച്ച് നേരത്തെ വീഡിയോ ഒന്നും എടുക്കില്ല, എൻ്റെ ഫോണിൽ നിന്ന് അപ്ലോഡ് ചെയ്യണം, വീഡിയോ അപ്ലോഡ് ചെയ്യാടട്ടെ കേട്ടാ. എന്നിട്ട് പറഞ്ഞിട്ടാ വെച്ചെന്നറിയാം, അവസാനം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാ വെച്ചേ. ഞങ്ങൾ എവിടെയാണ് ഗൈസ്? ഞങ്ങൾ ഇവിടെയാണ്. സ്കൂളിൽ കുഞ്ഞിക്ക് മാത്രം സ്കൂൾ തുറന്നിട്ടില്ല. 6-ാം തീയതി മുടക്കല്ലേ, ഇങ്ങനെ തുറക്കുക. 9-ാം തീയതി തുറക്കുള്ളായിരിക്കും. സോറി, ഞാൻ ക്യാമറ നോക്കിയില്ല. മിന്നുവിന്റെ ബർത്ത്ഡേ ആണ് ഗൈസ്, എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യൂ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ മിന്നു, ഹാപ്പി ബർത്ത്ഡേ ടു യു. കഥ സൗണ്ട് ഇല്ലേ? ഇനിയിപ്പോൾ എല്ലാ ദിവസവും ആദിയുടെ അമ്മയുടെ ഒക്കെ ഓരോ വിശേഷങ്ങൾ കേൾക്കാനുണ്ടാവും കേട്ടോ. സ്കൂളിലത്തെ കുറേ നാൾ കഴിഞ്ഞ് പോകുമ്പോൾ ഒരുപാട് വിശേഷങ്ങൾ അവർക്ക് പറയാനുണ്ട്. അപ്പം അതൊക്കെ ഇരുന്ന് ഞാൻ കേൾക്കും കേട്ടോ. പിന്നെ മിന്നുവിൻ്റെ ബർത്ത്ഡേയും അഭിചേട്ടൻ്റെ അവിടെ അമ്മയുടെ പിറന്നാളാണ് കേട്ടോ. അപ്പം ഇനി ബാക്കിയുള്ള വീഡിയോസ് അവരുടെ ബർത്ത്ഡേയുടെയും പിറന്നാളിൻ്റെയും വിശേഷങ്ങളാണ്. അപ്പം അമ്മ ഉണ്ടാക്കി തന്ന പായസമാണ് കുടിക്കുന്നത്. ഞാൻ ആദ്യം ട്യൂഷൻ ഓൺ നോക്കാൻ പോയപ്പോൾ അമ്മ പായസം തന്നു കിട്ടുന്നുണ്ടായിരുന്നു വീട്ടിലേക്ക്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചു. 1K subscribers guys.
നല്ല മഴ പെയ്യുണ്ട്. മിന്നുവിന്റെ കേക്കാണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ലല്ലോ, കേക്ക് ഞാൻ പോയി മേടിച്ചു. മിന്നുവിന് സർപ്രൈസ് ആണ്. മിന്നുവിന്റെ അടുത്ത് കേക്ക് മേടിച്ച കാര്യം പറഞ്ഞിട്ടില്ല. ഭയങ്കര റെഫറൻസ് ആയിരുന്നു കേക്ക് വെക്കണം എന്നിട്ട് പുറത്ത്. എല്ലാത്തിലും. അപ്പൊ മിന്നുവിന് ഒന്നും അറിയില്ല എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്തൊന്നും അമ്മ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അതെ ചിറ്റ പറഞ്ഞിട്ടുണ്ട്. ഇല്ല, ചിറ്റ പറഞ്ഞിട്ടുണ്ട് കേക്ക് കാറിൽ വെച്ചാൽ മതി. അയ്യോ അങ്ങോട്ട് എടുക്കല്ലേ, എവിടെ എടുക്കോ? അത് 5ാം ക്ലാസ്സിലെത്തിയാ. അതന്നെ സൂചിയുടെ നമ്മൾ മാറ്റി വരച്ചിട്ടുണ്ട്. സൂചിയുടെ പൊസിഷൻ മാറ്റിട്ടുണ്ട്. അപ്പുറത്തൊരു വരയിട്ടാ മതിയായിരുന്നു അല്ലേ? വരയും ഇതിവിടെ ഡി ആക്കിയാ മതി. സൈൻ ചെയ്തില്ലെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു. അല്ല അവള് ഇത്തിരി വ്യത്യാസം വരുന്നുണ്ട്. ഇത് ഇങ്ങടായപ്പോ മറ്റേത് അങ്ങടാക്കി. Brilliant. Very, very brilliant. Start. Happy birthday to you. Happy birthday to you. Happy birthday to you. മാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ. ചൂടാക്കിണ്ട Happy birthday to കേക്ക് എടുത്ത് സൈഡിലോക്ക് ഇവിടെ നോക്ക്. എന്താണ് പറയാനുള്ളത്? സർപ്രൈസ് ആയ കരയോ? ഞാനേ ഫോൺ ഇന്നലെ എടുത്തു. അപ്പൊ അമ്മ ഇതിലേക്ക് ഞാൻ നോക്കിയപ്പോ തുറന്നപ്പോ തന്നെ കേക്ക്. ഞാൻ അമ്മക്ക് കാണിച്ചു 4 ഫോട്ടോ. ഗാലറിയിൽ എടുക്കണു 4 കേക്കുകളതാ. കേക്ക് പറഞ്ഞ അത് ഇതില് 4 അയ്യേ വലിയ കാര്യത്തില് മനുക്കളോടേക്ക് പോകുമ്പോ കഴിക്കാൻ വേണ്ടി പറഞ്ഞോളൂ. വീർപ്പിക്കാൻ പായസം അമ്മ രണ്ട് വായുള്ള അതിനുള്ളിൽ പായസം പോകുന്നതാ. വരുവാ എന്റെ കുഞ്ഞി നല്ല കേക്ക്. പറ്റുമോ? ആ ചേച്ചിയിലെല്ലാം കൊടുക്കും. ചേച്ചി വീർപ്പിക്കും. ചെല്ലി കളയാൻ പറ്റില്ല. മുടിയാ ഞാൻ തുറന്നിട്ടില്ല കേട്ടാ. ഞാൻ തുറന്നില്ല എന്ന് വലിയ കേക്കായ ഈ സാധനം ഉള്ളതുകൊണ്ട് ഇനി അത് ഇളകണ്ടെന്ന് വെച്ചിട്ട്. പ്ലാസ്റ്റിക് ബോൾ അല്ല അത്.
വേഗം ചേച്ചി പറഞ്ഞ പോലെ ഇല്ലേ കണ്ടിലേക്ക് ഇങ്ങോട്ട് കൊടുക്ക്. ആ ഒന്നും ഇങ്ങോട്ട് തിരിച്ചു പിടി ഈ ഒന്ന്. ഞങ്ങൾ മിന്നൂടെ മേക്കപ്പ് ഒക്കെ ചെയ്തു. Happy birthday to you. Yo, yo, yo. Happy birthday to you. Happy birthday dear Mindu. Happy birthday to you. അയ്യോ 5 പീസ് വെച്ചോള്. 4 പീസ്. അയ്യോ ടിഷ്യൂ ഉണ്ടാടി ടീമലായി മിന്നുണ്ട്. എന്തിനും നിന്ന് തരും. അവന്റെ ചന്ദനക്കുറി തൊട്ടു. ആണോ മീശ ശരിയായില്ല. നമുക്ക് എടുത്ത് വെച്ചിട്ടേ അച്ഛന് 51 എടുക്കാം. ആ അയ്യോ അയ്യോ പറഞ്ഞ എനിക്ക് ഡയറി മിൽക്കിന്റെ ആവശ്യമുണ്ടായിരുന്നു. കേക്കില് മെൽറ്റ് ചെയ്തിടണ്ട. ഡയറി മിൽക്ക് തരില്ല. കിക്കാറ്റ് മതി. തുടങ്ങി എന്നാ മിൽക്കി ബാർ എടുത്തോ. കിക്കാറ്റ് പറഞ്ഞ എനിക്ക് എനിക്ക് എല്ലാവർക്കും ജെംസ്. അച്ഛനിറങ്ങിയില്ലേ? അപ്പൊ ചോക്ലേറ്റ് മതിയാ? ചോക്കോനട്ട് മതി. ഹാപ്പി ബർത്ത്ഡേ അമ്മ. നമ്മൾ ഈ കേക്ക് ഫിക്സ്. അമ്മാമ്മ മതി. അമ്മാമ്മ എഴുതണോ അമ്മാമ്മ എഴുതണോ? അമ്മാനില്ലേ? അമ്മ മിന്നോട് സർപ്രൈസ് കഴിഞ്ഞു. ഇനി 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് എൻ്റെ സർപ്രൈസ് കാണാം. എന്താ അമ്മ ഒരു സർപ്രൈസ് ഇതാന്ന്. കേക്കുള്ള എന്നോട് ബാക്ക് ഫ്രണ്ടിൽ കയറിക്കോളാൻ പറഞ്ഞേ. ഇത് തുടങ്ങും ഒന്ന്. To you. Happy birthday to you. ക്രിസ്മസ് കാര്യങ്ങളും കൊടുക്കാം മാമിക്ക്.
ഒച്ചപ്പടർങ്ങി കൊടുക്കടാ. ജന്മദിനം കുട്ടിക്ക് സന്തോഷായി. അതിനാ നീ കിടന്ന് ഡാൻസ് കളിച്ചായിരുന്നു. ഇതിനാ നീ കിടന്ന് ഡാൻസ് കളിച്ചായിരുന്നു. അങ്ങനെ 2 ബർത്ത്ഡേക്കാരെയും സർപ്രൈസൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ചോട്ടോ. അന്നത്തെ ദിവസം ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാനുള്ളതല്ലല്ലോ, ചെറിയ രീതിയിലെങ്കിലും നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ആഘോഷിച്ചു കഴിഞ്ഞാൽ അത് മെമ്മറബിൾ ആണ് കേട്ടോ എന്നും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.